ഹായ് എവരിവൺ, ഞാൻ ഗോപകുമാർ, GK എന്ന് വിളിക്കാം. ഒരു ഫിറ്റ്നസ് പ്രൊഫഷണലാണ്, അതിനോടൊപ്പം ഒരു തൈക്കോണ്ടോ ഇൻസ്ട്രക്ടറും കൂടെയാണ്. വീഡിയോ കുറച്ച് ലെങ്തി ആവാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ മുഴുവൻ കാര്യങ്ങൾ സംസാരിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഗുണം എന്താണ്, മാർഷൽ ആർട്സ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്നെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൂടെ ഷെയർ ചെയ്യാം എന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾക്കും എന്തെങ്കിലും ഗുണമുണ്ടാവുകയാണെങ്കിൽ ഞാൻ സന്തോഷവാനായി. കുട്ടികൾക്ക് മാർഷൽ ആർട്സ് ചെയ്യുന്നത് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണ്, സയൻസ് എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്ന് നോക്കാം. ചിലപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും, ഇതെന്താ ഒരു തെങ്ങും തോപ്പിൻ്റെ ഇടയിലെല്ലാം നിന്ന് ഒരു ഫിറ്റ്നസ് പ്രൊഫഷണലായിട്ടുള്ള ആൾ അല്ലെങ്കിൽ ഒരു തൈക്കോണ്ടോ ഇൻസ്ട്രക്ടറായിട്ടുള്ള ഒരാൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ചിലപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും. പ്രത്യേകിച്ചൊന്നുമില്ല. എൻ്റെ വീടിൻ്റെ ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് വേറൊരു വീടുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് അവിടുത്തെ തെങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് നനയ്ക്കാമെന്ന് കരുതുക. ഓക്കെ, അങ്ങനെ ഇവിടെ എത്തിയതാണ്. അപ്പോൾ ആ നനയ്ക്കുന്നതിൻ്റെ ഇടയിലുള്ള സമയം എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും ഒരു പാരൻസിന് തോന്നുകയാണ് എൻ്റെ കുട്ടിക്കും മാർഷൽ ആർട്സിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള മാറ്റങ്ങൾ അത് കിട്ടണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ, അത് ഒരാൾക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ കൊണ്ടൊരു ഗുണമുണ്ടായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. വാട്ട് സയൻസ് സേസ് അബൌട്ട് മാർഷൽ ആർട്സ് ഫോർ ചിൽഡ്രൻ. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് 2022 ഏകദേശം 1600 കുട്ടികളെ 16 തരത്തിലുള്ള സ്റ്റഡികൾ കണ്ടക്ട് ചെയ്തിട്ട്, മാർഷൽ ആർട്സ് ചെയ്യുന്ന കുട്ടികളിൽ 16 വിധത്തിലുള്ള സ്റ്റഡികൾ കണ്ടക്ട് ചെയ്തതിന് ശേഷം അവർ എടുത്ത ഒരു തീരുമാനമാണ്. അത് ചിലപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. പറയുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് മോട്ടോർ സ്കിൽസ്. അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ 5 മെയിൻ ഘടകങ്ങളാണുള്ളത്. 1 കാർഡിയോവസ്കുലർ എൻഡുറൻസ്, 2 മസ്കുലർ എൻഡുറൻസ്, 3 മസ്കുലർ സ്ട്രെങ്ത്, 4 ഫ്ലെക്സിബിലിറ്റി, 5 ബോഡി കോമ്പോസിഷൻ. മലയാളത്തിൽ പറഞ്ഞാൽ ഹൃദയത്തിന്റെ ക്ഷമത, ശാരീരിക ക്ഷമതയിൽ നമ്മളുടെ ശരീരത്തിന്റെ ശക്തി, അത് എത്ര നേരം ഉപയോഗപ്പെടുത്താം എന്നുള്ള അതിൻ്റെ സമയം, പിന്നെ ഫ്ലെക്സിബിലിറ്റി, നിങ്ങൾ എത്ര ഫ്ലെക്സിബിൾ ആണ് എന്നുള്ളത്, ബോഡി കോമ്പോസിഷൻ, നിങ്ങളുടെ മെറ്റാബോളിസം എത്ര നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ശരീരത്തിൻ്റെ ഘടന, അതാണ് പറയുന്നത്. കൂടുതൽ പറയാനുള്ള സമയമില്ല, വീഡിയോ ആയതുകൊണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അതിനെക്കുറിച്ച് പിന്നീട് വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. ശരീരത്തെക്കുറിച്ച് പറഞ്ഞത് മോട്ടോർ സ്കിൽസിൽ നമുക്ക് ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ, നമ്മളുടെ ബ്രെയിനും ശരീരത്തിൻ്റെ മസിൽസും തമ്മിലുള്ള കോർഡിനേഷൻ, അത് എങ്ങനെ ശരീരം അഡാപ്റ്റ് ചെയ്യുന്നു, അതിനെക്കുറിച്ചാണ് റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വളരെയധികം ഫലപ്രദമായിട്ട് കുട്ടികളിൽ, മാർഷൽ ആർട്സ് ചെയ്യുന്ന കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. സിമ്പിൾ ടേംസിൽ kids become more stronger, more coordinated, and they become more healthier. രണ്ടാമതായിട്ട് പറയാനുള്ളത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും കോഗ്നിറ്റീവ് സ്കിൽസ് അതും മെച്ചപ്പെടുമെന്നാണ് പീഡിയാട്രീഷ്യൻസ് നടത്തിയിട്ടുള്ള സ്റ്റഡിയിൽ നിന്നും വ്യക്തമാകുന്നത്. അതായത് അവരുടെ ഫോക്കസ്, കോൺസെൻട്രേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ സ്ട്രെസ് അവരുടെ കുറയും,
നേരത്തെ പറഞ്ഞതുപോലെ ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ വളരെയധികം ഡെവലപ്പാവും. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിന് പ്രോപ്പറായിട്ട് ടൈംലി റിയാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ സ്റ്റഡീസ്, അവരുടെ നിലവാരം വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു എന്നാണ് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഒന്നാമതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് അവർക്ക് ബെറ്റർ ഇമോഷണൽ റെഗുലേഷൻ ആൻഡ് ബിഹേവിയർ, അത് വളരെയധികം കൺട്രോൾഡായിട്ട് അല്ലെങ്കിൽ അത് വർദ്ധിക്കുന്നു എന്നാണ് കണ്ടുവരുന്നത്. ഇന്ന് ലോകത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സൂസൈഡിലേക്കും പറ്റുന്ന ഒരു ജനസമൂഹമാണ് നമ്മൾ കണ്ടുവരുന്നത്. മാർഷൽ ആർട്സ് ചെയ്യുന്ന കുട്ടികൾ അവർ സെൽഫ് കൺട്രോൾഡ് ആയിരിക്കും, സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കും, അവർക്ക് അറ്റൻഷൻ വളരെയധികം കൂടുതലായിരിക്കും. അതിൽ ഉപരി അവർ തോൽക്കാൻ പഠിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിതത്തിലെ പല സ്ട്രെസ്സുകളെയും അവർക്ക് മാറ്റി നിർത്തിയിട്ട് അവർക്ക് മുന്നിലേക്ക് വരാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. നാലാമത് പറയുന്നത് ഇംപ്രൂവ്ഡ് സോഷ്യൽ സ്കിൽസ് ആൻഡ് കോൺഫിഡൻസ്. ഏത് മാർഷൽ ആർട്സ് ആയാലും അത് ഇൻഡിവിജ്വൽ ഗെയിംസ് ആണെങ്കിൽ പോലും പ്രാക്ടീസ് ചെയ്യുന്നതും അക്കാഡമികളിൽ മറ്റ് കുട്ടികളോടൊപ്പമാണ് പരിശീലിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസ്, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, മറ്റുള്ളവരെ എങ്ങനെ ബഹുമാനിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ അവൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ പഠിച്ചു വരുന്നൊരു കാര്യമാണ്. പിന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, എങ്ങനെയാണ് ഒരു സമൂഹത്തോട് അവർക്ക് പെരുമാറേണ്ടത്, അത് അവർ ചെറുപ്രായത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ എല്ലാ മാർഷൽ ആർട്സും റൂൾസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് സ്പോർട്സ് ഐറ്റമായിട്ട് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അത് വളരെയധികം റൂൾസിൽ റെഗുലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ എങ്ങനെ മാനിക്കണമെന്നുകൂടെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഒരു ബെറ്റർ സിറ്റിസണെയാണ് നമ്മൾ മാർഷൽ ആർട്സ് പഠിക്കുന്നതിലൂടെ നമ്മൾ വാർത്തെടുക്കുന്നത്. അത് കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും തന്നെ വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. അഞ്ചാമതായിട്ട് പറയാനുള്ളത് 2025 അവസാനം 26 നടത്തിയ ഒരു പുതിയ സ്റ്റഡി പ്രകാരം സ്പെഷ്യൽ പോപ്പുലേഷൻസിന് പോലും മാർഷൽ ആർട്സ് വളരെയധികം ഗുണം ചെയ്യുന്നു എന്നാണ്. അതിൽ ഡെവലപ്മെന്റൽ കോർഡിനേഷൻ ഡിസോർഡർ DCD, പിന്നെ ഓട്ടിസം പോലുള്ള ഡിസോർഡേഴ്സിന് മാർഷൽ ആർട്സ് വളരെയധികം ഗുണമാവുന്നുണ്ട് എന്ന് സ്റ്റഡീസ് കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് വർദ്ധിക്കുന്നതിനും ന്യൂറോ മസ്കുലർ കോർഡിനേഷൻ, ഈ രണ്ട് കാര്യങ്ങളിലും അവർക്ക് മെയിനായിട്ട് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ന്യൂറോ മസ്കുലർ കോർഡിനേഷൻസ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അവർ ചിന്തിക്കുന്നത് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു പ്രശ്നമാണ് മേൽപ്പറഞ്ഞ രണ്ട് ഡിസോർഡേഴ്സ് ഉള്ളവർക്കും സംഭവിക്കുന്നു. ഇത് രണ്ടും ഒരുമിച്ചും ഒരു കുഞ്ഞിൽ കണ്ടുവരുന്നുണ്ട്, രണ്ടും വേറെ വേറെ ആയിട്ടും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വളരെയധികം ഫലപ്രദമാണ് എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാ മാർഷൽ ആർട്സുകളിൽ നിന്നും ലഭിക്കുന്ന ഗുണങ്ങളാണ്. കേരളത്തിൽ വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു മാർഷൽ ആർട്സാണ് തൈക്കോണ്ടോ. ഏകദേശം 30 വർഷത്തോളമായിട്ട് സ്റ്റേറ്റ് അസോസിയേഷൻ വളരെ നല്ല രീതിയിലാണ് പ്രവർത്തിച്ചത്. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഡിസ്ട്രിക്ട് അസോസിയേഷനും അതിൽ പ്രവർത്തിക്കുന്ന അത്ലറ്റ്സ് കുട്ടികൾക്കും അതിനോട് ഭാഗമായിട്ടുള്ള എല്ലാവർക്കും അതിൻ്റേതായ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ തൈക്കോണ്ടോ എന്ന് പറയുന്നത് 2000 മുതൽ ഒരു ഒളിമ്പിക് ഇവൻ്റാണ്, ഒഫീഷ്യൽ ഒളിമ്പിക് ഇവൻ്റാണ്. അതുകൊണ്ട് തന്നെ ഒളിമ്പിക്കിന് താഴെയുള്ള എല്ലാ ഇൻ്റർനാഷണൽ ഇവൻസിലും തൈക്കോണ്ടോ
ഒഫീഷ്യൽ ഗെയിമായിട്ട് എടുത്തിട്ടുണ്ട്. പരിസരത്ത് ഏതെങ്കിലും മാർഷൽ ആർട്സിൻ്റെ അക്കാഡമികളുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും കുട്ടികളെ കൊണ്ടുപോയി ചേർത്തുക. അതിൽ നിന്ന് അവർക്ക് ഗുണം മാത്രമേ ഉണ്ടാവൂ. പ്രത്യേകിച്ച് തൈക്കൊണ്ടോ അക്കാഡമി ഉണ്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ളതിൽ ഉപരി തൈക്കൊണ്ടോയിലേക്ക് പ്രിഫർ ചെയ്യുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ നന്നായി രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷൻ്റെ കീഴിലാണ് നമ്മളുടെ കേരളത്തിൽ തൈക്കൊണ്ടോ എന്ന് പറയുന്ന മാർഷൽ ആർട്സ് പ്രവർത്തിച്ചു വരുന്നത്. അപ്പോൾ താങ്ക് യു. ഞാൻ എങ്ങനെ തൈക്കൊണ്ടോയിൽ വന്നു എന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻ്റ് ഇടുക. അപ്പോൾ വീഡിയോ കുറച്ച് നീളം കൂടിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. ടേക്ക് കെയർ. ബി ഫിറ്റ്, ബി ഹെൽത്തി.